ഈ 12 രാശികളെ തന്നെ 12 ഭാവങ്ങളായിട്ട് കണക്കാക്കുന്നുണ്ട്. നമ്മൾ ജനിക്കുന്ന സമയത്ത് കിഴക്ക് ദിക്കിൽ ഉദിക്കുന്ന രാശിയെ ലഗ്നം എന്ന് പറയും. ജനന സമയത്ത് ഒരു ദിവസത്തിൽ ഈ 12 രാശികളും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും ആലോചിച്ചാൽ മതി. നമ്മുടെ ഭാവിയെക്കുറിച്ച് അറിയാൻ മറ്റൊരു മാർഗവുമില്ല നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥാനത്തെ വെച്ചിട്ട് അതുവഴി നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഭാവി എന്ത് എന്നുള്ളത്. നമ്മുടെ ഭാവിയെ, അല്ലെങ്കിൽ നമ്മുടെ ഭാവി മാത്രമല്ല, ഭൂതമായാലും വർത്തമാനമായാലും നമ്മുടെ ഭൂത വർത്തമാന ഭാവി കാലഘട്ടങ്ങളെ നോക്കിക്കാണുവാനുള്ള ഉപകരണങ്ങളാണ് ഗ്രഹങ്ങൾ. ജ്യോതിശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്നതും ഈ ഉപകരണങ്ങളിൽ കൂടി ഈ വ്യക്തിയെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ കണ്ടകശനി കാലം അല്ലെങ്കിൽ ഏഴരശനി കാലം എന്ന് പറയുക കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പറയുമ്പോൾ ഓർമ്മിക്കാൻ പാകത്തിന് അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയായി പാകപ്പെടാൻ പാകത്തിനുള്ള അനുഭവങ്ങളെ ഇയാൾക്ക് നേരിടേണ്ടി വരുന്ന കാലമായിരിക്കും ഇത് എന്നുള്ളതാണ്. അതിനെ നെഗറ്റീവ് മാത്രമായിട്ട് കാണണ്ട. അതിൽ ഒരുപാട് പോസിറ്റീവ് അനുഭവങ്ങൾ വരുന്നവരുമുണ്ട്. അപ്പോൾ കണ്ടകശനി എന്താണ് എന്നുള്ളതാണ് ഇനി അടുത്ത് നമ്മുടെ അല്ലേ. ജ്യോതിശാസ്ത്രത്തിലെ നമ്മളുടെ ഇന്നത്തെ ഫലപ്രവചനത്തിൽ, ജാതക ഫലപ്രവചനത്തിൽ പ്രത്യേകിച്ചും ഒരു നെടുന്തൂണായിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് വരാഹമിഹിരാചാര്യൻ്റെ ഹോരാ ഗ്രന്ഥമാണ്. ഹോരാശാസ്ത്രം, ബൃഹജ്ജാതകം എന്നാണ് അതിൻ്റെ പേര്. ഹോരാ വിഭാഗത്തെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മളതിനെ ഹോരാശാസ്ത്രം എന്നാണ് പറയുക. ഹോര, ഒരുപാട് ഹോരാ ഗ്രന്ഥങ്ങളുണ്ട്, വരാഹമിഹിരാചാര്യൻ്റെത് മാത്രമല്ല. പക്ഷെ ഇന്ന് ഈ ഹോര എന്ന് പറയുന്നത് ഈ ബൃഹജ്ജാതകം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തെയാണ് കണക്കാക്കുന്നത്. കാരണം അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അത് അത്രയധികം കോമൺ ആയി എന്നുള്ളത് കൊണ്ട്. ഇതാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്ന് പറയുന്നത് പോലെ ഷോർട്ട് ഫിലിം ഉണ്ട്, അല്ലാത്തതുണ്ട്, ഇല്ലേ, എല്ലാം പല അതെ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഹോര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൃഹജ്ജാതകമാണ് എന്ന് ആളുകൾ, ഈ സാധാരണക്കാരെ സംബന്ധിച്ച് ഒറ്റ സിനിമകളിൽ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന സിനിമ എന്ന് പറയുന്നത് പോലെയാണ് ഹോര എന്ന് പറഞ്ഞാൽ വരാഹമിഹിരാചാര്യൻ്റെ ബൃഹജ്ജാതകമാണ്. ഇതിൻ്റെ ആദ്യത്തെ 2 ചാപ്റ്ററുകൾ ഇതിലേക്ക് തുറക്കുന്ന ഒരു വാതിൽ മാത്രമാണ്. ജാതക ഫലം അറിയുവാനുള്ള ഒരു ഡോറാണ് ആദ്യത്തെ 2 ചാപ്റ്റർ. അപ്പോൾ അതിലിങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഈ ഡോറിൽ കൂടി കടന്നാൽ ഇന്നതാണ്ടോ, ഈ ഡോറിൽ കൂടി കടന്നാൽ ഇന്നതാണ്ടോ, ഞാൻ ഇങ്ങനെ പറയുള്ളൂ എന്ന്. അതായത് രാശികളെ പരിചയപ്പെടുത്തി, കോമൺ ആയിട്ട് സാധാരണ എല്ലാവരും അതായത് നിത്യേന പറയുന്ന രാശികളുടെ പേരുകൾ പറഞ്ഞു. അതല്ലാതെ ഇതിൻ്റെ പര്യായങ്ങൾ പറഞ്ഞു. അത്യപൂർവ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന രാശികളുടെ പേരുകൾ പറഞ്ഞു. അതുപോലെ തന്നെ രാശികളുടെ പ്രത്യേകത, വർണ്ണങ്ങൾ തുടങ്ങിയിട്ടുള്ള പല 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 പ്രത്യേകതകളും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഗ്രഹങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ രാശികളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹം 12 രാശികളാണ് ഉള്ളത് എന്ന് പറയുകയും ഈ 12 രാശികളെ തന്നെ 12 ഭാവങ്ങളായിട്ട് കണക്കാക്കുന്നുണ്ട്. നമ്മൾ ജനിക്കുന്ന സമയത്ത് കിഴക്ക് ദിക്കിൽ ഉദിക്കുന്ന രാശിയെ ലഗ്നം എന്ന് പറയും. ജനന സമയത്ത് ഒരു ദിവസത്തിൽ ഈ 12 രാശികളും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ 12 രാശി ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും 12 24 മണിക്കൂറാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ കാലയളവാണ് ഒരു രാശി ഉദിച്ച് അസ്തമിക്കാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരാൾ ഇവിടെ ജനിക്കുന്ന സമയത്ത് കിഴക്ക് ദിക്കിൽ ഉദിക്കുന്ന രാശി ഏതാണ് എന്നാണ് ആദ്യം നോക്കുന്നത് ഒരു ജാതകം. അപ്പോൾ അതിനെ ലഗ്നം എന്ന് പറയും. എന്നിട്ട് ആചാര്യൻ പറഞ്ഞു വെക്കുന്നത് ലഗ്നത്തിന് ഇന്ന പേരുകളൊക്കെ ഉണ്ട്. തനു എന്ന് പറഞ്ഞാൽ ലഗ്നം എടുത്തുകൊള്ളണം എന്ന്. അപ്പോൾ അതേപോലെ 2ാം ഭാവം, തൊട്ടടുത്ത രാശി, ലഗ്നത്തിൻ്റെ തൊട്ടടുത്ത രാശി 2ാം ഭാവമാണ്. അത് ധനസ്ഥാനമാണ്, കുടുംബമാണ്. ഞാൻ ചിലപ്പം കുടുംബം എന്നേ പറയുള്ളൂ, അത് 2ാം ഭാവമാണ്, നിങ്ങൾ എടുത്തുകൊള്ളണം മുന്നോട്ട് പറയുമ്പോൾ. ഇങ്ങനെ അതിനകത്ത് ഈ ലഗ്നരാശിയും ലഗ്നത്തിൻ്റെ 4ാമത്തെ രാശി അഥവാ 4ാം ഭാവം, 7ാം ഭാവം, 10ാം ഭാവം, ലഗ്നം 4, 7, 10 ഭാവങ്ങൾ. ഈ ഭാവങ്ങളെ ചേർത്തിട്ട് കേന്ദ്രം എന്നൊരു പേര് കൊടുക്കും, കണ്ടകം എന്നൊരു പേര് കൊടുക്കും, പിന്നെ വേറെയും പേരുകളുണ്ട്.
കണ്ടക കേന്ദ്ര ചതുഷ്ടയ സ്വപ്ന സപ്തമ ലഗ്ന ചതുർത്ഥ ഖ ഭാന എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ കണ്ടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേന്ദ്രം എന്ന് പറഞ്ഞാലും ചതുഷ്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലഗ്നവും 4-ാം ഭാവവും 7-ാം ഭാവവും 10-ാം ഭാവവും ഇത്രയും ഭാവങ്ങളാണ്. അപ്പോൾ കണ്ടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗ്നവും 4-ഉം 7-ഉം 10-ഉമാണ് ഒരുമിച്ച് അതിനെ ചേർത്ത് പറഞ്ഞുകൊള്ളണം. ഇത് ജാതക വിഷയമാണ്. ചാരവശാലാണ് ഈ കണ്ടകശനി ഏഴശനി എന്നൊക്കെ കണക്കാക്കണേന്ന് നമ്മൾ പറഞ്ഞു. ജാതകത്തിലല്ല കണക്കാക്കുന്നത്, ചാരവശാലാണ്. ജാതകം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ സമയത്ത് ഗ്രഹങ്ങൾ ഏത് ദിക്കിലൊക്കെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, ഒരു വൃത്തം, ഈ വൃത്തത്തിൽ എവിടെയൊക്കെയാണ് ഏതൊക്കെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് എന്നുള്ളത് അടയാളപ്പെടുത്തും. ഇതാണ് ജാതകത്തിൽ ചെയ്യുന്നത്. ചാരം എന്ന് പറയുമ്പോൾ പ്രസന്റ് ടൈമിൽ ഇപ്പോൾ ഓരോ ഗ്രഹവും ആകാശത്തിൽ ഏതൊക്കെ ദിക്കിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ജാതകത്തിൽ ജനിച്ച സമയത്ത് കിഴക്ക് ദിക്കിൽ ഉദിക്കുന്ന രാശിയെ വെച്ചിട്ടാണ് പ്രധാനമായിട്ടും ഫലത്തെ പറയുന്നതെങ്കിൽ ചാരഫലം നമ്മൾ പറയുന്നത് ചന്ദ്രാശ്രിതമായിട്ടാണ്. അതായത് ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മളുടെ നക്ഷത്രത്തെയാണ്. നമ്മൾ നക്ഷത്രം കണക്കാക്കണത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു കുട്ടി ഈ കുട്ടിയുടെ രോഹിണി നക്ഷത്രമാണല്ലോ എന്ന് പറയുമ്പോൾ ഈ അന്നേ ദിവസം അല്ലെങ്കിൽ കുട്ടി ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ ഏത് നക്ഷത്ര മേഖലയിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് ആണ് പറയുന്നത്. അന്നേ ദിവസം ഏത് നക്ഷത്ര മേഖലയിലാണ് 27 നക്ഷത്ര മേഖലകളാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ 27 നക്ഷത്ര മേഖലകളെയാണ് നമ്മൾ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്ന് പറഞ്ഞിട്ട് 27 നക്ഷത്രങ്ങളായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ആ കുട്ടി ജനിച്ച സമയത്ത് ചന്ദ്രൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ഈ രോഹിണി നക്ഷത്രത്തിൻ്റെ മേഖലയിൽ കൂടിയാണ്. അതുകൊണ്ടാണ് ഈ കുട്ടി രോഹിണി നക്ഷത്രത്തിലാണ് ജനിച്ചത് നമ്മൾ പറയുന്നത്. ചന്ദ്രനെ അടയാളപ്പെടുത്തുന്നതാണത് നക്ഷത്രം. അപ്പോൾ ഈ ചന്ദ്രൻ നിൽക്കുന്ന രാശി, കുട്ടി ജനിച്ച സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന രാശി അല്ലെങ്കിൽ നക്ഷത്രം 2.25 നക്ഷത്രം വീതം ഓരോ രാശികളിലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ രാശിയെ ബേസ് ചെയ്തിട്ടാണ് കണ്ടകസ്ഥാനങ്ങൾ നിർണ്ണയിക്കുന്നത്. അപ്പോൾ അശ്വതി നക്ഷത്രക്കാരനാണ് എങ്കിൽ അശ്വതി നക്ഷത്രം മേടൻ രാശിയിൽ മേടക്കൂറ് പറയും. ജനിച്ച സമയത്തെ ലഗ്നം എന്നാണ് പറയുന്നതെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശി നമ്മൾ കൂറ് എന്നാണ് പറയുക. അത് മലയാളത്തിലാണ് ഉപയോഗിക്കുന്നത്. മറ്റേത് സംസ്കൃതത്തിൽ വരുമ്പോൾ ചന്ദ്രാശ്രിത രാശി എന്നാണ് പറയുക. ഇതിൽ കോമൺ ആയിട്ട് നമ്മൾ കൂറ് എന്ന് പറയും. അപ്പോൾ അശ്വതി നക്ഷത്രക്കാരനാണെങ്കിൽ അത് മേടക്കൂറാണ്. അപ്പോൾ മേടക്കൂറിൻ്റെ 4-ാം ഭാവത്തിൽ ഇപ്പോൾ മേടം, ഇടവം, മിഥുനം, കർക്കടക മേടത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം കണ്ടകശനി ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് കണ്ടകശനി കാലമാണ്. 4-ാം ഭാവം മേടം, ഇടവം, മിഥുനം, കർക്കടകത്തിൽ ചന്ദ്രൻ സഞ്ചരിച്ചാലും അദ്ദേഹത്തിന് കണ്ടകശനിയാണ് അല്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിങ്ങ, കന്നി, തുലാം രാശി. അപ്പോൾ 7-ാം ഭാവമായി. അപ്പോൾ 7 കണ്ടകസ്ഥാനാണ്. അവിടെ ശനി സഞ്ചരിക്കുമ്പോഴും ഇദ്ദേഹത്തിന് കണ്ടകശനിയാണ്. അവിടുന്ന് പിന്നെ 10-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോഴും കണ്ടകശനിയാണ്. അപ്പോൾ ഈ കണ്ടകസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കേന്ദ്രഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുമ്പോഴാണ് കണ്ടകശനിയാണ് എന്ന് നമ്മൾ പറയുന്നത്. കേന്ദ്രഭാവങ്ങൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കേന്ദ്രഭാവങ്ങൾ വളരെ ഈ 12 മതി എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഘടകങ്ങളാണ് നമ്മൾ ഈ കേന്ദ്രഭാവങ്ങളെ കൊണ്ട് ചിന്തിക്കുന്നത്. ലഗ്നം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ലഗ്നത്തിന് പകരമാണ് ചന്ദ്രനെ വെച്ചിരിക്കുന്നത്. ലഗ്നം കൊണ്ട് അവനവനെ തന്നെയാണ് നിശ്ചയിക്കുന്നത്. ദേഹസ്യ സൗഷ്ഠവം, അവനവൻ നിലനിൽക്കണമെങ്കിൽ ശരീരം വേണ്ടേ, ആരോഗ്യം വേണം, പുഷ്ടിപ്പെടണം. പിന്നെ നമുക്ക് ഒരു സമൂഹത്തിൽ 1000 പേര് ജനിച്ചു മരിച്ചതുപോലെ ഞാനും എന്ന് ചിന്തിക്കുന്ന ആളുകളല്ല അല്ലേ. ഇന്നല്ല, എക്കാലത്തും അങ്ങനെയല്ല. 1000 പേരുണ്ടെങ്കിൽ അതിൽ ഒന്നാമൻ ഞാനായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ സൽകീർത്തി. ദേഹസ്യ സൗഷ്ഠവം, സ്വാസ്ഥ്യം, സ്ഥിതി, ശ്രേയസ്, യശസ്, സുഖം. ആത്യന്തികമായും സുഖത്തിന് വേണ്ടി തന്നെയാണ്. അത് ലൗകിക സുഖമായാലും അല്ല ആത്മീയ സുഖമായാലും മനുഷ്യൻ ജനിച്ച് മരിക്കുന്നതിൻ്റെ അകത്ത് ചിന്തിക്കുന്ന സുഖത്തിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഈ രണ്ടായാലും ഏത് തരത്തില്ല സുഖം, ഇതെല്ലാം ചിന്തിക്കുന്നത് ഈ ലഗ്നം കൊണ്ടാണ്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്.
ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.